കൊന്നത്തടി കൊമ്പിടിഞ്ഞാലിൽ 5 വയസ്സുകാരനുൾപ്പെടെ 4 പേരുടെ മരണം ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തി. ശനിയാഴ്ച വൈകുന്നേരം തെള്ളിപ്പടവിൽ പൊന്നമ്മ, പരേതനായ അനീഷിൻ്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദു, അഭിനവ് എന്നിവരാണ് മരിച്ചത്. ഈ പ്രദേശത്തെ റോഡ് ടാറിംഗ് നടക്കുന്നതിനാൽ ഇവരുടെ വീട്ടുമുറ്റത്തെ ഇടവഴിയിലൂടെ പോയവരാണ് ഈ വീട് കത്തിയ നിലയിൽ കാണുന്നത്. തുടർന്ന് അയൽവാസികളെ വിവരം അറിയുകയും പരിശോധനയിലാണ് ഇളയ മകനായ അഭിനവിൻ്റെ മൃതദേഹം അടുക്കളയുടെ വാതിലിനോട് ചേർന്ന് കണ്ടെത്തിയതെന്ന് അയൽവാസികൾ പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവം അറിയുന്നത്. അപ്പോൾ ഈ ആൾക്കാരെല്ലാം കയറി ഇതെല്ലാം നോക്കി കൊച്ചിനെ കണ്ടു. കൊച്ചിനെ എടുത്ത് ഞാൻ പുറത്ത് ഇറക്കി ബാക്കി നോക്കി ഇതൊന്നും മനസ്സിലായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ മുറിക്കുള്ളിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വീടിന് തീപിടിച്ചത് വെള്ളിയാഴ്ച രാത്രിയോടെ ആകാമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. രാത്രിയിലായിരിക്കും ഇത് സംഭവിച്ചതെന്ന് നമുക്കൊരു അനുമാനം കൂട്ടാൻ പറ്റില്ല. അതിന് പകല് ഉച്ചവരെ അവർ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ ഫോൺ വിളിച്ചിട്ടും അങ്ങനെ കാര്യങ്ങൾ കിട്ടുന്നു, സംസാരിച്ചു, ബന്ധുക്കൾ ആരാണ്ടൊക്കെ വന്ന് പോയെന്നും പറഞ്ഞു. ഓടിട്ട വീടിന്റെ മുകൾ ഭാഗം ടാർപ്പ് കൊണ്ട് കെട്ടിയിരുന്നു. തറയിൽ പ്ലാസ്റ്റിക് വിരിച്ചിരുന്നു. ഇവയിൽ നിന്നെല്ലാം തീ കൂടുതൽ ആളിപ്പടരാൻ ഇടയാക്കിയെന്നാണ് വിവരം. തീപിടുത്തത്തിൽ ഫ്രിഡ്ജ് പൂർണ്ണമായും കത്തിയമർന്നു. അലമാരയും അഗ്നിക്കിരയായി. എന്നാൽ അടുക്കള ഭാഗത്തെ 2 ഗ്യാസ് സിലിണ്ടറുകൾക്ക് കേടുപാടുകൾ ഇല്ലാത്ത നിലയിലാണ്. ഇന്ന് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് ആകാമെന്ന പ്രാഥമിക നിഗമനത്തിലാണ്. 4 പേരുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. 4 വർഷം മുമ്പ് ശുഭയുടെ ഭർത്താവ് മരിച്ചിരുന്നു. പിന്നീട് തൊഴിലുറപ്പ് ജോലിക്കും മറ്റും പോയാണ് 4ഉം 9ഉം വയസ്സുള്ള ഈ ആൺമക്കൾ അടങ്ങിയ ഈ കൊച്ചു കുടുംബം ശുഭ പോറ്റിയിരുന്നത്. അങ്ങനെയിരിക്കെയാണ് നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടുള്ള ഈ ദുരന്തം. കൊമ്പിടിഞ്ഞാലിൽ നിന്നും സിൻഡോ രാജാക്കാട്, ടോപ്പ് മീഡിയ, രാജാക്കാട്.